ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതിനെക്കുറിച്ചാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, ഇതിന് എന്തൊക്കെയാണ് ആവശ്യം. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതേപോലത്തെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ മകൻ ജിയാൻ കൃഷ്ണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ വേണമെന്ന ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ IBR അയച്ച എല്ലാ മെയിലുകളും ഞാനിതാ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ IBR ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്തപ്പം ഒരു മെയിൽ വന്നു. അപ്പോൾ ഒരു OTP വരും. ആ OTP അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറയും. അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയത്, റെക്കോർഡ് കൺഫർമേഷൻ ആയത്, അതേപോലെ റെക്കോർഡ് IBR പാക്ക് ഡിസ്പാച്ച് ചെയ്ത് എന്ന ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മെയിൽ അയക്കുക അവർ. അപ്പോൾ ആ മെയിലുകളൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ എടുക്കുക. ഗൂഗിളിൻ്റെ അകത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആവും. അവിടെ റെക്കോർഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഹൗ ടു അപ്ലൈ ഫോർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആക്കുമ്പോൾ കാണാം. അപ്പോൾ അതിൽ 8 സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 8 സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം എന്ത് ഡിസൈഡ് ചെയ്യണം, റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനാണോ അതോ പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനാണോ നമ്മൾ പോകുന്നതെന്നൊന്ന് ആദ്യം ഒരു ഡിസൈഡ് ചെയ്ത് വെക്കണം. കുട്ടികളെ കേസിലാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട അത് ആവശ്യമില്ല. നമുക്ക് എന്താണോ അവരുടെ ടാലൻറ്റ് അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരെ എൻ്റയർ പ്രോസസ്സ് ഈ ഒരു 8 സ്റ്റെപ്പിലാണ്. അപ്പോൾ 4th സ്റ്റെപ്പ് വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും 4th സ്റ്റെപ്പിന് അങ്ങോട്ട് നമുക്ക് അപ്ലൈ ചെയ്തത് അപ്രിസിയേഷൻ കിട്ടിയതിന് ശേഷം കൺഫർമേഷന് ശേഷമുള്ള സ്റ്റെപ്പുകളാണ് 4, 5, 6, 8. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ ആക്കി അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി കിട്ടും. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ജഡ്ജ്മെൻറ്റിനെ, അതായത് ജഡ്ജിനെ ആവശ്യമുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കണം. അപ്പോൾ കുട്ടികളുടെ കേസിൽ അത് ആവശ്യമില്ല. ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരും, അതായത് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽസുകൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റായിട്ടൊരു ഫോം ഓപ്പൺ ആകും. അതിൽ നമുക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും അതിൽ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരും. ആപ്ലിക്കേഷൻ ഫോം കിട്ടി, ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ആയി എന്നുള്ളൊരു മെയിൽ നമുക്ക് വരും. സ്റ്റെപ്പ് 2ലാണ് ഈ മെയിൽ വന്നതിന് ശേഷം നമ്മൾ അടുത്ത ഒരു റെസ്പോണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതായത് നമുക്ക് ചിലപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനൊക്കെ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അയച്ചു കഴിഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിലാണ് നമുക്ക് റെസ്പോണ്ട് തിരിച്ച് കിട്ടുക. അപ്പോൾ അതിന് ശേഷം നമ്മളോട് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറയും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫോമാണ് അവിടെ ഓപ്പൺ ആവുക. അവിടെ നമ്മളെ പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ, ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അതേപോലെ പെർമനൻറ്റ് അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിയുടെ ടാലൻറ്റ് എന്താണോ അത് അയച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ഈ ആപ്ലിക്കേഷൻ ഫോം അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റ് ആണ്, ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ടാലൻ്റ് ആയിരിക്കണം നമ്മളെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 വീഡിയോസിൽ കൂടുതലും അതേപോലെ ഒരു 20 വീഡിയോസിൽ കുറവായിട്ട് വേണം നമ്മൾ വീഡിയോസ് എടുക്കാൻ. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പം 1 എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണെങ്കിൽ ബേർഡ്സിൻ്റെ വീഡിയോസുകളെല്ലാം ഒരുമിച്ച് എടുക്കുക. അതേപോലെ ആനിമൽസ് ചെയ്യണമെങ്കിൽ അത് സെക്കൻഡ് വീഡിയോസ് ആക്കുക. ഫ്ലവേഴ്സ് ആണെങ്കിൽ 3rd വീഡിയോസ്. അങ്ങനെ 10 വീഡിയോസിൽ എബോവും 20 വീഡിയോസിൽ ബിലോ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് OTP വരികയും ചെയ്യുക. അതേപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ആവുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിനുള്ളിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരു ആഴ്ചക്കകം ഞങ്ങൾക്ക് എന്ത് ചെയ്തു, അവർ മെയിൽ അയച്ചു, അവർ ഇംപ്രസ് ആണ്, അവർക്ക് ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും വീഡിയോസൊക്കെ അയക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്.
അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ അത് ആപ്ലിക്കേഷൻ ഫോം അയച്ച് 1 വീക്ക് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇനി തേർഡിൽ സ്റ്റെപ്പ് 3 ആണ് നെക്സ്റ്റ്. അപ്പോൾ സ്റ്റെപ്പ് 3യിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അതേപോലെ അവർ ചോദിച്ച വീഡിയോസുകളെല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ട് 7 to 10 ഡേയ്സിനകത്ത് നമുക്ക് അവർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരും അല്ലെങ്കിൽ റിപ്ലൈ തരും. അപ്പോൾ അയച്ച ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അത് അവർ മെയിലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫോൺ വഴിയോ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ എവിഡൻസും ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് അവർ മെയിൽ അയക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ 7 ദിവസത്തിന് ശേഷം നമുക്കൊരു മെയിൽ വന്നു. അവർ ഇംപ്രസ് ആണ്, അവരെല്ലാം ഓക്കെയാണ്, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. അപ്പോൾ അതാണ് എല്ലാം അയച്ചു കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളെയും തേടി ആ ഒരു സന്തോഷ വാർത്ത വന്നു. അപ്രിസിയേഷൻ കൺഫർമേഷൻ മെയിൽ. അന്ന് ഒരുപാട് സന്തോഷമായൊരു ദിവസമായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പം നമുക്ക് ആ ഒരു അപ്രിസിയേഷൻ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്രിസിയേഷൻ കൺഫർമേഷൻ ആയിട്ടുള്ളൊരു മെയിൽ വരിക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഈ അപ്രിസിയേഷൻ കൺഫർമേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ 4th സ്റ്റെപ്പ് മുതൽ കൺഫർമേഷൻ ആയി കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് വേണ്ടത്. അപ്പോൾ 4th ഫൈനൽ ഡിസിഷൻ അവർ നമ്മളെ ഈ മെയിൽ വഴി അറിയിക്കും. അത് കഴിഞ്ഞാൽ 5th സ്റ്റെപ്പിൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നെയിമിലോ അല്ലെങ്കിൽ അഡ്രസ്സിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നമ്മൾ അവരോട് റെക്കോർഡ് കൺഫർമേഷൻ ആയാൽ നമുക്ക് കൺഫർമേഷൻ ഐഡിയും ഡീറ്റെയിൽസുകളൊക്കെ വരും. പിന്നെ നമുക്ക് വരുന്നത് IBR റെക്കോർഡ് ഹോൾഡറിൻ്റെ പാക്ക്. അപ്പം 7th 6th 7th IBR റെക്കോർഡ് ഹോൾഡർ പാക്ക് ക്ലിക്ക് ചെയ്യാറുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IBR പാക്ക് വേണമെന്നുള്ളത് അയച്ചു കൊടുക്കാം. അപ്പോൾ IBR പാക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 2 മുതൽ 3 ആഴ്ച നമുക്ക് IBR പാക്ക് കൈ കിട്ടും. പിന്നെ അവർ അയക്കുന്ന മെയിൽ ട്രാക്കിംഗ് ID നെക്സ്റ്റ് പാക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ HD ക്വാളിറ്റിയിൽ അത് വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ എടുത്ത് അവർക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുക. ഇത്രയാണ് നമ്മളോട് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീഡിയ കവറേജ് വേണമെങ്കിൽ അത് അവരോട് പറയാം. അപ്പം ഞങ്ങൾ മീഡിയ കവറേജ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് IBR പാക്കിലുള്ളത്. ഇങ്ങനൊരു ID കാർഡ് കിട്ടും. ഞങ്ങൾ മീഡിയ കവറേജ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മീഡിയ കവറേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അവരെ പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് മുതൽ അവരുടെ സൈറ്റിൽ വരുന്ന ഫോട്ടോസാണ്. അപ്പോൾ ഇതൊക്കെ ന്യൂസാണ്. പിന്നെ പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ രീതിയിലൊരു സെലിബ്രേഷനും 3ാമത്തെ ബർത്ത്ഡേയും കൂടി വരും. നെക്സ്റ്റ് വീട്ടിൽ ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ്